പ്ലസ് വൺ ഫിസിക്സിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ഡിസെൻഡിങ് ഓർഡർ. തന്നിരിക്കുന്ന യൂണിറ്റുകൾ നോക്കുക. ലെങ്തിൻ്റെ യൂണിറ്റുകളാണ് തന്നിരിക്കുന്നത്. ലൈറ്റ് ഇയർ, പാർ സെക്കൻഡ്, അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഇവയെ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആൻസർ: പാർസെക്, ലൈറ്റ് ഇയർ, അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഇവയുടെ വാല്യൂസ് എല്ലാം നമ്മൾ പഠിച്ചതാണ്. സംശയമുള്ളവർ നോട്ട്സ് ഒന്ന് റെഫർ ചെയ്യുക. തന്നിരിക്കുന്നവയിൽ ഏറ്റവും വാല്യൂ കൂടുതലുള്ളത് പാർ സെക്കൻഡാണ്. അതിനുശേഷം ലൈറ്റ് ഇയർ, വാല്യൂ കുറവുള്ളത് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. Mean length of an object is 5 cm. Which of the following measurements is more accurate? ഒരു വസ്തുവിൻ്റെ മീൻ വാല്യൂ, അതായത് മെഷർമെൻറ്റ്സിൽ കിട്ടിയിരിക്കുന്ന വാല്യൂസ്, ട്രൂ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ മീൻ വാല്യൂസ് എടുക്കുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ കിട്ടിയിരിക്കുന്ന മീൻ വാല്യൂ 5 cm ആണ്. അങ്ങനെയെങ്കിൽ തന്നിരിക്കുന്നവയിൽ ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ ഏതാണ്? 4.9 cm, 4.805 cm, 5.25 cm, 5.4 cm. അതായത് അക്യുറേറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ വാല്യൂവിനോട് ക്ലോസ്ഡ് ആയിട്ടുള്ള വാല്യൂ ഏതാണെന്നാണ് നമ്മൾ നോക്കുന്നത്. തന്നിരിക്കുന്നവയിൽ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് 5 cm ആണ്. അതിനോട് ഏറ്റവും ക്ലോസ് ആയിട്ട് വരുന്നത് 4.9 cm ആണ്. അതുകൊണ്ട് ആൻസർ 4.9 cm. ഡിഫൈൻ ഡയമെൻഷണൽ വേരിയബിൾസ് വിത്ത് എക്സാമ്പിൾസ്. എന്താണ് ഡയമെൻഷണൽ വേരിയബിൾസ്? അവയുടെ എക്സാമ്പിൾസ് എന്താണ്? ഡയമെൻഷണൽ വേരിയബിൾസ് ആർ ദോസ് ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് ഡയമെൻഷൻസ് ആൻഡ് ഹൂസ് ന്യൂമറിക്കൽ വാല്യൂ മേ ചേഞ്ച്. ഡയമെൻഷണൽ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്, അതിന് ഡയമെൻഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ന്യൂമറിക്കൽ വാല്യൂസിന് ചേഞ്ച് സംഭവിക്കും. എപ്പോഴും കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കത്തില്ല കിട്ടുന്നത്. അങ്ങനെയുള്ള വേരിയബിൾസിന് നമ്മൾ പറയുന്ന പേര്, അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾക്ക് പറയുന്ന പേരാണ് ഡയമെൻഷണൽ വേരിയബിൾസ്. ഡയമെൻഷണൽ ഫോർമുല ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവയുടെ വാല്യൂസ് ഡിഫറൻ്റ് ആയിരിക്കും. പല സമയത്ത് അവയ്ക്ക് ചേഞ്ച് സംഭവിക്കാം. അങ്ങനെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റികളാണ് ഡയമെൻഷണൽ വേരിയബിൾസ് എന്നറിയപ്പെടുന്നത്. എക്സാമ്പിൾ നോക്കാം. സ്പീഡ്, ഫോഴ്സ്, ആക്സിലറേഷൻ, എക്സെട്ര. ഇവയൊക്കെ ഡയമെൻഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ എപ്പോഴും സ്പീഡ്, ഫോഴ്സ്, ആക്സിലറേഷൻ മുതലായവയൊക്കെ കോൺസ്റ്റൻ്റ് ആണോ നിർബന്ധമില്ല. അവയ്ക്ക് എപ്പോഴും വേണമെങ്കിലും ചേഞ്ച് സംഭവിക്കാം. ഇവയെല്ലാം ഡയമെൻഷണൽ വേരിയബിൾസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഡിഫൈൻ ഡയമെൻഷണൽ കോൺസ്റ്റൻസ് വിത്ത് എക്സാമ്പിൾസ്. ഡയമെൻഷണൽ കോൺസ്റ്റൻറ്റുകൾ എന്താണ്? അവയുടെ എക്സാമ്പിൾ. ഡയമെൻഷണൽ കോൺസ്റ്റൻസ് ആർ ക്വാണ്ടിറ്റീസ് ഹാവിങ് ഡയമെൻഷൻസ് ബട്ട് ഹാവിങ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ. ഡയമെൻഷൻസ് ഉണ്ട്, എന്നാൽ അവയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിങ് ഡയമെൻഷൻസ് ആൻഡ് ഹാവിങ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ. ഫിക്സഡ് വാല്യൂ ആയിരിക്കും. അവയുടെ വാല്യൂസ് ചേഞ്ച് ചെയ്യത്തില്ല. എക്സാമ്പിൾ: ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, പ്ലാങ്ക് കോൺസ്റ്റൻറ്റ്, സ്റ്റെഫാൻസ് കോൺസ്റ്റൻറ്റ്. ഇവയ്ക്കെല്ലാം ഡയമെൻഷൻസ് ഉണ്ട്, അതുപോലെ കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. ഇവയാണ് ഡയമെൻഷണൽ കോൺസ്റ്റൻറ്റുകൾ എന്നറിയപ്പെടുന്നത്. ഡിഫൈൻ നോൺ ഡയമെൻഷണൽ വേരിയബിൾസ് അല്ലെങ്കിൽ ഡയമെൻഷൻ ലെസ് വേരിയബിൾസ് വിത്ത് എക്സാമ്പിൾസ്. ഡയമെൻഷണൽ ഫോർമുല ഇല്ല, അതുപോലെ തന്നെ അവയ്ക്ക് ഫിക്സഡ് വാല്യൂസും ഇല്ല. അങ്ങനെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റികളാണ് dimension less variables എന്നറിയപ്പെടുന്നു. Those physical quantities which have neither dimensions nor fixed values are called dimensionless variables എന്നറിയപ്പെടുന്നു. എക്സാമ്പിൾ: സ്പെസിഫിക് ഗ്രാവിറ്റി, സ്ട്രെയിൻ, ആംഗിൾ. ഇവയ്ക്കെല്ലാം ഇതാണ് ഡയമെൻഷനും ഇല്ല, അതുപോലെ ഫിക്സഡ് വാല്യൂവും ഇല്ല. Non-dimensional constants with examples. Quantities which have no dimensions but have a constant value are called non-dimensional constants. അപ്പോൾ ഡയമെൻഷൻസ് ഇല്ല, എന്നാൽ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഉണ്ട്. അങ്ങനെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റികളാണ് നോൺ ഡയമെൻഷണൽ കോൺസ്റ്റൻസ് എന്നറിയപ്പെടുന്നത്. എക്സാമ്പിൾ: നമ്പറുകൾക്ക് ഡയമെൻഷൻ ഇല്ലെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചില കോൺസ്റ്റൻറ്റുകൾ 3.14 ആണെന്ന് നമുക്കറിയാം. അതിന് ഡയമെൻഷൻ ഇല്ലെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇവയ്ക്കെല്ലാം കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. സൈൻ തീറ്റ
കോസ് തീറ്റ, സൈൻ 90യുടെ വാല്യൂ അല്ലെങ്കിൽ സൈൻ 45ൻ്റെ വാല്യൂ, ഇവയ്ക്കെല്ലാം കോൺസ്റ്റൻറ്റ് വാല്യൂ ഉണ്ട്, എന്നാൽ ഇവയ്ക്ക് ഡയമെൻഷൻസ് ഇല്ല. ഇവയാണ് നോൺ ഡയമെൻഷണൽ കോൺസ്റ്റൻസ് എന്ന് അറിയപ്പെടുന്നത്. ഡിഫൈൻ യൂണിറ്റ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സ്റ്റാൻഡേർഡ് യൂണിറ്റ്? യൂണിറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് എ റെഫറൻസ് സ്റ്റാൻഡേർഡ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് ദാറ്റ് ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് റെഫറൻസ് ആണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. It should be well defined. It should be of suitable size. It should be easily available. It should not vary with time. It should be widely acceptable. ഇവയൊക്കെയാണ് ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. Is light year a unit of time? Light year എന്ന് പറയുന്നത് ടൈമിൻ്റെ യൂണിറ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. No. Light year is a unit of distance. One light year is the distance traveled by light in vacuum in 1 year. നമ്മൾ പഠിച്ചതാണ് ലൈറ്റ് ഇയറിൻ്റെ ഡെഫിനിഷൻ. ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് ലെങ്ത്തിൻ്റെ യൂണിറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഇനി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ വാക്വം ഇൻ 1 year. ഒരു വർഷം കൊണ്ട് ശൂന്യതയിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് ലൈറ്റ് ഇയർ എന്ന് അറിയപ്പെടുന്നു. ഗിവ് എക്സാമ്പിൾസ് ഓഫ് ദ ഫോളോയിങ്. തന്നിരിക്കുന്നവയുടെ എക്സാമ്പിൾ ഇതാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവ് നോ യൂണിറ്റ് ആൻഡ് നോ ഡയമെൻഷൻ. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? അവയ്ക്ക് യൂണിറ്റുമില്ല ഡയമെൻഷനുമില്ല. ആൻസർ സ്ട്രെയിൻ. യൂണിറ്റ് ഇല്ല, ഡയമെൻഷൻ ഇല്ല. ക്വാണ്ടിറ്റി ഹാവ് യൂണിറ്റ് ബട്ട് നോ ഡയമെൻഷൻ. യൂണിറ്റ് ഉണ്ട് എന്നാൽ ഡയമെൻഷൻ ഇല്ല. ആംഗിൾ. ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവ് സെയിം ഡയമെൻഷൻ. ഒരേ ഡയമെൻഷനുള്ള ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഇമ്പൾസ് ആൻഡ് മൊമെൻറ്റം. ഇമ്പൾസിൻ്റെയും മൊമെൻറ്റത്തിൻ്റെയും ഡയമെൻഷൻസ് സെയിം ആണ്, എന്നാൽ അവ ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. മറ്റൊരു എക്സാമ്പിൾ വർക്ക് ആൻഡ് എനർജി. വർക്കിൻ്റെയും എനർജിയുടെയും ഡയമെൻഷൻസ് സെയിം ആണ്, എന്നാൽ അവ ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. Can a physical quantity have different dimensions in different system of units? സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് മാറുന്നതിനനുസരിച്ച് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻസ് ചേഞ്ച് ചെയ്യുമോ? അല്ലെങ്കിൽ പല യൂണിറ്റുകളിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൽ ഒരേ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻസ് വ്യത്യസ്തമായിരിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോ. എ ക്വാണ്ടിറ്റി ഹാവ് സെയിം ഡയമെൻഷൻസ് ഇൻ ഓൾ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഏത് സിസ്റ്റം ഓഫ് യൂണിറ്റ് എടുത്താലും ഒരേ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻസ് സെയിം ആയിരിക്കും.